കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ആ താമ്രപാണി കമലപ്രണയപ്രദോദമാലോലഹാര മണികുണ്ടല ഹേമസൂത്രം ആവിശ്രമംബുകദമംബുദനീലമവ്യാദാദ്യം ധനഞ്ജയരഥാഭരണം മഹോന. സജ്ജനങ്ങളെ, ആരാധ്യരെ, സുഹൃത്തുക്കളെ, നാം ഇപ്പോൾ വിതരവാക്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വിതരവാക്യത്തിൽ എന്തെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വളരെ വളരെ മനോഹരമായേനെ. ഒന്നും ചെയ്യാൻ പറ്റൂല, അതിങ്ങനെ കേൾക്കാം, അത്രയേ ഉള്ളൂ. എന്നാലും പറയാം. ഇപ്പോൾ 1, 2, 3, 4, 5 ആളുടെ കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ 6ാമത്തെ പറയാൻ പോന്നു. 6 പേരുണ്ടു ജീവിച്ചിടുന്നിത നാരദം, 6 പേരിലും പിന്നെ 7ാമതാരുമില്ല തസ്കരൻ. പ്രമത്തൻകൽ വൈദ്യൻ വ്യാധിതൻകലും വൈക്കണ്ണിമാരെല്ലാരും കാമയാനന്മാരിലും യാചകന്മാരെല്ലാരും യജമാനന്മാരിലും രാജാവ് വിവിധമാനന്മാരാമവരിലും വിദ്വാൻമാരെല്ലാം നിത്യവും മൂർഖന്മാരിലുമല്ലോ നിത്യവും ജീവിക്കുന്നു. ഭൂപാല ശിഖാമണി ദോഷങ്ങൾ ഉപേക്ഷിക്കേണ്ടുന്നവ രാജാവിനാൽ 7 സപ്തവ്യസനങ്ങളെന്നല്ലോ ചൊല്ലൂ. പരസ്ത്രീ ജനസേവാദേവനം മൃഗയും വിരക്തി വരാതൊരു മദ്യപാനവുമേറ്റം വാക്ക് പാരുഷ്യവും ദണ്ഡപാരുഷ്യമാവുന്നതും വായ്പോടു നിത്യം അർത്ഥദൂഷണം ചെയ്യുന്നതും നാശം വന്നടുത്തിരിക്കുന്ന രാജാവൂതനിക്കാശു മുമ്പിലേയുണ്ടാമിട്ടു കാരണങ്ങളും ബ്രാഹ്മണദ്വേഷം മുമ്പിൽ ബ്രാഹ്മണ വിരോധവും ബ്രാഹ്മണ സ്വങ്ങൾ ഉപാദാനം ചെയ്തിടുന്നതും ബ്രാഹ്മണരെ തന്നെ ഹിംസിക്കയും അതുമൂലം ബ്രാഹ്മണ നിന്ദ ഹേതുവായിട്ടു രമിക്കയും ബ്രാഹ്മണ പ്രശംസ കേൾക്കും നേരം അക്ഷാന്തിയും ബ്രാഹ്മണരെ കൂടാതെ നിത്യാനുഷ്ഠാനങ്ങളും ബ്രാഹ്മണരപേക്ഷിക്കും നേരം അഭ്യാസൂയയും ബ്രാഹ്മണ ശാപത്തിനു കാരണം ഇവയെല്ലാം ആവോളം വിചാരിച്ചു മുമ്പിലേ കളയണമാവതില്ലിവ അകപ്പെട്ടാലൊന്നാർക്കും പിന്നെ 8 വസ്തുക്കൾ ഇവയുണ്ടേറ്റം പ്രമോദത്തെ പുഷ്ടമാക്കിയിടുവാനായി മർത്യനു പൃഥ്വീപതേ തന്നുടെ സഖികളോടുള്ളൊരു സമാഗമം പിന്നെ ഒട്ടതിയായിട്ടുള്ളൊരു ധനാഗമം ധന്യനാം തനയലാലുള്ളൊരു പരിഷ്വംഗം സന്നിപാതവും സുരതത്തിങ്കലൊരുപോലെ കാലാതിക്രമവിരഹേ നിജപ്രിയാലാഭം മാലോകർ കൂടും നേരം തന്നിലെ സമ്മാനവും തന്നെ ജാതി തന്നെ കണ്ടുള്ള സന്നാമവും തന്നാൽ പണ്ട് അഭിപ്രേതമായതീ ആയതിനുടേ ലാഭം എന്നിവയിട്ടും സദ്യ സമ്മോദം വളർത്തിയിടും മന്നവർ കുലമകുടത്തിൻ നായകക്കല്ലേ. 6 പേര് 6 വെച്ചാല് തസ്കർ, അതായത് കള്ളൻ, പിന്നെ വൈദ്യൻ, കള്ളൻ കളവില്, വൈദ്യൻ വ്യാധിയില്, പിന്നെ മൈക്കണ്ണി അതായത് സുന്ദരിമാരെല്ലാവരും, സുന്ദരിയല്ല ഈ തോന്നിയാസം നടക്കുന്ന പെൺകുട്ടികളെല്ലാം അതിനു വേണ്ടി നടക്കുന്ന ആണുങ്ങളിൽ, യാചകന്മാർ അവർക്കൊന്നും കിട്ടണ്ടേ അതിനുവേണ്ടി യജമാനന്മാരിൽ, രാജാവ് മറ്റു പല ആൾക്കാരിലും, വിദ്വാൻമാരിലും മൂർഖന്മാരിലും അങ്ങനെയാണ് ജീവിക്കുന്നത്. നിത്യവും ജീവിക്കുന്നു ഭൂപാലശിഖാമണി. ദോഷങ്ങൾ ഉപേക്ഷിക്കൊണ്ടുന്നവ ഉണ്ട് 7, അതാണ് ഉപേക്ഷിക്കേണ്ടത്. ഈ പറഞ്ഞ 6 സപ്തവ്യസനങ്ങൾ എന്നാ പറയല്ലേ, 7 അത് 7 സപ്തം എന്ന് പറഞ്ഞാൽ 7 അല്ലേ. പരസ്ത്രീ ജനസേവ, ദേവനം അത് ചൂതുകളി, പിന്നെ നായാട്ട്, പിന്നെ ഈ മദ്യപാനം, വാക്ക് പാരുഷ്യം, ദണ്ഡപാരുഷ്യം, പിന്നെ അർത്ഥദൂഷണം, ഇതെല്ലാം രാജാവിന് മോശമാണ്, നശിക്കാനുള്ള കാരണമെന്ന് പറയുന്നു. പിന്നെ ബ്രാഹ്മണന്മാരോട് ദേഷിക്കുക, ബ്രാഹ്മണന്മാരെ വിരോധിക്കുക, അവരത് മോഷ്ടിച്ചെടുക്കുക, പിന്നെ അവരെ തച്ചു കൊല്ലുക അല്ലെങ്കിൽ അടിക്കുക, അവരെ ദേഷ്യം, അങ്ങനെയെല്ലാം അങ്ങനെ അവരെ പറയുന്നതിൽ സന്തോഷിക്കൽ, ഇതെല്ലാം പിന്നെ ബ്രാഹ്മണ ശാപത്തിന് കാരണമെന്ന് പറയുന്നു. പിന്നെ 8 വസ്തുക്കളുണ്ട്, അതും പറഞ്ഞുതരാം.
തൻ്റെ കൂട്ടുകാരോടുള്ള ഒരു സമാഗമം, പിന്നെ ധനാഗമം, പിന്നെ പുത്രനോടുള്ളൊരു ഇത്, പിന്നെ ഇത് പുത്രൻ്റെ ഒരു പരിശ്രമം, അതായത് പുത്രനൊരു ആലിംഗനം ചെയ്യലെല്ലാം, സന്നിപാതം എല്ലാം പിന്നെ ഒരുപോലെ. കാലാതിക്രമ വിരഹേ നിജപ്രിയാലാപം, അത് ആ വിവാഹം കഴിച്ചിട്ടുള്ള അത് പിന്നെ അതിനൊരു കണക്കായിട്ടുള്ള കളി. ആലോകരുള്ള സമയത്ത് സമ്മാനം, തന്നിലെ സമ്മാനം, തന്നുടെ ജാതി തന്നെ കണ്ടുള്ള സന്നാമം, തന്നാൽ പണ്ട് അഭിപ്രേതമായതിനുടെ ലാഭം എന്ന് വേട്ടും സദ്യ സമ്മോദം, അതായത് സന്തോഷം വളർത്തുന്ന കാര്യങ്ങളാണ് ഈ വെട്ട്. ഇനി അത് പിന്നെ വേണ്ടാന്ന് വെക്കേണ്ടതും വേണമെന്ന് വെക്കേണ്ടതും, അതായത് തള്ളേണ്ടതും കൊള്ളേണ്ടതും എല്ലാം പറഞ്ഞു കൊടുക്കുകയെന്ന് ഇദ്ദേഹം. ക്ഷേത്രജ്ഞൻ തന്നാൽ അധിഷ്ഠിതമായിരിക്കുമീ ക്ഷേത്രത്തെ നവദ്വാരം പഞ്ചസാക്ഷികമെന്നും ത്രിസ്തൂണമെന്നോ അറിയുന്നവൻ മഹാവിദ്വാൻ എത്രയും അവൻ. ക്ഷേത്രജ്ഞവേദിയല്ലോ 10 പേരുണ്ടു ഭവി, ധർമ്മത്തെ അറിയാതെ മത്തനും പ്രമത്തനും ക്രുദ്ധനും ഉന്മത്തനും ചിന്താശ്രാന്തനും ത്വരമാണനും ബുഭുക്ഷിതൻ ലുബ്ധനും ഭീരുതാനും കാമ്യായുള്ളവനും ആകയാൽ ഈ വണ്ണമെല്ലാമുള്ള ഭാവങ്ങളിലേക നിഷ്ഠയാ. വിദ്വാനില്ലേതും പ്രമാദങ്ങൾ പുത്രാർത്ഥം പുരാസുധന്വാവിനാൽ ഗീതമാകും ചിത്രമാം ഇതിഹാസം കേട്ടിട്ടില്ലയോ ഭവാൻ. ഉദ്ധത ജനവേഷം കൈക്കൊണ്ടിടരുതല്ലോ കഥനം ചെയ്തിടരുതാത്മപൗരുഷത്തെയും തന്നെ സുഖത്തിങ്കൽ മോദിച്ചിടരുതൊട്ടും. അന്യദുഃഖത്തിങ്കലുണ്ടാകണം കരുണയും ദത്തമായതു ചിന്തിച്ചനുതാപവുമരുതുത്തമനെങ്കീലതു ചൊൽകയുമരുതല്ലോ. ദേശാചാരവും ജാതിധർമ്മവും ചെയ്തിടേണമാശു വർജിച്ചിടേണം. ദുർജന വിവാദം ഡംഭ മത്സരം മോഹം പൈശൂന്യം പാപകൃത്യം സമ്പ്രതി വർജിക്കണം. ഭൂപതി ദുഷ്ടനെയും മത്തോന്മത്തന്മാരോടും ഉത്തരം പറയരുതുത്തമന്മാരെ പുരസ്കരിച്ചു നടക്കേണം. സഖ്യവും വിവാഹവും വ്യവഹാരവും തനിക്കൊക്കുമൊട്ടാഭിജാത്യമുള്ളവരോട് വേണം. ഹീനന്മാരോടുകൂടി സംസർഗമരുതൊട്ടും ദാനവും ചെയ്തിടേണമാശ്രിതന്മാർക്കു നിത്യം. ഇങ്ങനെ തന്നെ പറയുന്നു. തള്ളേണ്ടതും കൊള്ളേണ്ടതും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ പാരായണം കേട്ടാൽ തന്നെ മനസ്സിലാവും. ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക കഥകളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നീട് എന്താ പറയുന്നത്? ഭൂപതേ തവ നിയോഗത്തെയും പാലിച്ചേറ്റം താപത്തെ പൂണ്ടു വാഴും പാണ്ഡവൻ തന്റെ രാജ്യം. പാതിയും കൊടുപ്പതു ധർമ്മമതല്ലയാകിൽ ഖേദവും വരും ഭവാനേറ്റമെന്നറിയണം. നല്ല വാക്കുകൾ തവ കേട്ടാലിൽ അലംഭാവം ചൊല്ലിനിയും നീ എന്ന് ധൃതരാഷ്ട്ര ചൊല്ലിയ നേരം അതിനുത്തരം വിതുരനും ചൊല്ലിനാൻ മനോഹരമായുള്ള വാക്കുകളാൽ. നല്ലതുമാകാത്തതും ചൊല്ലുവൻ ചൊന്നാൽ കേൾക്കയില്ല നീ ഇതുകൊണ്ടു ചൊല്ലുവാൻ മടിയാകും. നല്ലതു പാണ്ഡവർക്കു നാടു പാതിയും നൽകി അല്ല തീർന്നിരിക്കതാനല്ലാകിൽ സുതന്മാരെ കൊല്ലുമേ. പാണ്ഡവന്മാരില്ല സംശയമേതും നല്ല ഭീഷ്മദ്രോണ കർണാദിയും മരിച്ചിടും. പ്രിയമാകിലും പുനരപ്രിയമെന്നാകിലും നയമാകിലും അവനയമാകിലും അതിശുഭമാകിലും ഏറ്റവും അശുഭമെന്നാകിലും അഭിമോദേന ചോദ്യം ചെയ്യിലേ പറയാവൂ. വൈചിത്രവീര നൃപ കേൾക്കണമിവയെല്ലാം. വൈഷദ്യം മനസ്സിങ്കലുണ്ടല്ലോ ഭവാനേറ്റം. വൈദുഷ്യം ഭവാനേക്കാളേറെ ഉണ്ടായിട്ടല്ല. വൈദഗ്ധ്യം വാക്കിനേറ്റമുണ്ടെങ്കിൽ അതുമല്ല സ്നേഹമുണ്ട് അതുകൊണ്ടു കേൾക്കും. ഞാൻ ചൊന്നാലെന്ന മോഹമുണ്ട് എനിക്കതുകൊണ്ടു ഞാൻ പറയുന്നു. വംശനാശത്തെ കണ്ടു സങ്കടം ഭാരമുണ്ടോ സംശയം തീർന്നിതല്ലോ നിന്നുടെ സുതന്മാർക്കോ പ്രാപ്തമായത് രാജ്യം എനിക്കെന്നകതാരിലോർത്തു വർത്തിച്ചിടർ ദുർഭീഷണ സാമ്പ്രതം. ഇങ്ങനെ പറയുന്ന ഇതെല്ലാം പറയുന്നതിൻ്റെ താല്പര്യം എന്തെന്ന് പറഞ്ഞാൽ പാതി നാട് പാണ്ഡവന്മാർക്ക് കൊടുക്കുക. അതിനാണ് ഇത്രയും കഥകളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന. ആരും ചോദിച്ചാലതിന് ഉത്തരം പറയാൻ പാടുള്ളൂ, ചോദിക്കാതെ ഇങ്ങനെ കയറി വർത്താനം പറയാൻ പാടില്ല. അതെല്ലാം നല്ലതല്ല എന്നെല്ലാം പറയുന്നത്. പാണ്ഡവന്മാർക്ക് പാതി നാട് കൊടുത്തിട്ടെങ്കിൽ നിന്റെ മക്കളെയും കൊല്ലും, ഭീഷ്മദ്രോണ കർണാദികളി എല്ലാം കൊല്ലും. ഇപ്പം എനിക്ക് പിന്നെ അറിവ് കൂടി ഏട്ടനേക്കാളും കൂടുതലുണ്ടായിട്ടൊന്നുമല്ല.
പിന്നെ സ്നേഹമുണ്ട് എന്നോട്, അതുകൊണ്ട് ഞാൻ കേൾക്കും എന്നല്ലൊരു മോഹം എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നെന്ന് പറയുന്നു. പിന്നെയും അഭിനയം സമ്പത്തെ ഹനിച്ചിടും നിർണയമല്ലോ, നല്ല രൂപത്തെ ജര പോലെ പാതപ ഫലം പഴുക്കും മുമ്പേ ഭുജിച്ചിടിൽ. സ്വാദുമില്ലല്ലോ പിന്നെ വിത്തുമില്ലാതെ വരും, പക്വമായത് ഭുജിച്ചാലത് രസമുണ്ടാം, വൃക്ഷവുമുണ്ടാം പിന്നെ ഫലവും ഉണ്ടായി വരും, പുഷ്പങ്ങൾ തോറും ചെന്നു. നിത്യവുമുള്ള മധുഷൽപതം ഉരുക്കൂട്ടി രക്ഷിച്ചു വർദ്ധിപ്പിക്കും, അപ്പോലെ നൃപോരൻ എപ്പോഴും അഹിംസയാ തൽപ്രജകളിൽ നിന്ന് ആർജിക്കണം. അർത്ഥമേറ്റം വിരിഞ്ഞ പൂ വിറുത്തുകൊള്ളുകയാവൂ, വിരഞ്ഞു മൂലച്ഛേദം ചെയ്യരുതൊരിക്കലും. ആരാമത്തിങ്കൽ ചെന്ന മാലാകാരനെപ്പോലെ ദാരുമൂലാർത്തിയാകും അങ്കാരകാരകന്റെ കാര്യം കാട്ടിയിടരുതേതുമേ നരപതീസാരനായിരിക്കില്ലെന്നറിക ഗുരുപതേ. പിന്നെയും പറയുന്നു, പിന്നെ എനക്ക് രാജ്യം കിട്ടിയെന്നൊന്നും വിചാരിച്ചിട്ട് കളിക്കണ്ട. ആ വിനയമില്ലായ്മ എല്ലാം നശിക്കും, നാശത്തിനാണ് വിനയമില്ലായ്മ. പിന്നെ ഒരു പഴം, അത് പഴുക്കുന്നതിന് മുമ്പേ നമ്മളെടുത്ത് ഭക്ഷിച്ചാൽ അത് സ്വാദുമില്ല, അതിന് വിത്തും ഉണ്ടാവില്ല. അത് പഴുത്തിട്ട് തിന്നാൽ സ്വാദും ഉണ്ടാവും, പിന്നെ വിത്തുണ്ടാവും, പിന്നെ വൃക്ഷം വീണ്ടും ഉണ്ടാവും. പിന്നെ പുഷ്പത്തിൽ എല്ലാം പോയിട്ട് ഈ പിന്നെ അതായത് തേനീച്ച എല്ലാം കൊണ്ടുപോയിട്ട് പിന്നെ സൂക്ഷിച്ചു വെക്കും. അതുപോലെ അഹിംസ കൊണ്ട് പ്രജകളിൽ നിന്ന് ആർജിക്കണം അർത്ഥം. അഹിംസ കൊണ്ട്, ഹിംസ കൊണ്ടല്ല. പൂക്കൾ വിരിഞ്ഞത് പറിക്കാനേ പാടുള്ളൂ, മൂലച്ഛേദം ചെയ്യാൻ പാടില്ല, പിന്നെ ആദ്യം ഉണ്ടാവില്ല. അതിനാ പറയുന്നു. അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്തിരുന്നു വേണ്ടത്. പീഡിപ്പിച്ചിടുന്നാകിൽ പേടിക്കും പ്രജകളും വേഗത്തിലോടും, മൃഗം വ്യാധനെ കാണും നേരം കർത്തവ്യം പരരാജ്യമർദ്ദനം പോലെ തന്നെ നിത്യവും നിജരാഷ്ട്രരക്ഷണം. രാജാവിനാൽ ഉന്മത്തനെന്നാകിലും ബാലകനെന്നാകിലും സമ്മതമായ സാരവാക്കു കൈക്കൊള്ളുകേ വേണ്ടു, ശങ്കിക്ക് വേണ്ട സുവർണത്തെ കൈക്കൊള്ളുകേ വേണ്ടു, പങ്കത്തിൽ കിടക്കുന്നതെങ്കിലും അതിദ്രുതം. ഗോക്കളോ ഗന്ധം കൊണ്ടും ബ്രാഹ്മണർ വേദം കൊണ്ടും പോഷ്കല്ല ചാരന്മാരെ കൊണ്ട് ഭൂപാലന്മാരും നോക്കിക്കാണുന്ന കണ്ണുകൊണ്ടു മറ്റുള്ള ജനം മിത്രബാന്ധവന്മാരായുള്ളൂ, ഭൂപാലേന്ദ്രന്മാർ ഭർത്തൃബാന്ധവന്മാരായുള്ളൂ, നാരികളെല്ലാം ദേവബാന്ധവന്മാരായുള്ളൂ, ഭൂദേവേന്ദ്രന്മാർ മെദിനീശ്വര ഗോക്കൾ പർജന്യ ബാന്ധവന്മാർ. പിന്നെയും പറയുന്ന ഉന്മത്തൻ എന്ന് പറഞ്ഞാൽ ഒരു തരം ഭ്രാന്തൻ ആയാലും കുട്ടിയായാലും ചില നല്ല കാര്യങ്ങൾ നമുക്ക് അതിൽ നടക്കാനില്ലത് എടുക്കുക തന്നെ വേണമെന്ന്. പിന്നെ എന്ന് പറയുന്ന ഗോക്കള് മണത്തിട്ട് ബ്രാഹ്മണർ വേദം കൊണ്ട്, പിന്നെ ചാരന്മാരെ അയച്ചിട്ടാണ് ഭൂപാലന്മാർ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. സാധാരണ നമ്മളെ പോലുള്ളവർ നോക്കിയിട്ട് കാണുന്ന കണ്ണുകൊണ്ട് തന്നെ. ദേവന്മാരെ ബന്ധുത്വം കൊണ്ടാണ് ഭൂദേവന്മാർ, അതായത് ബ്രാഹ്മണന്മാർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്. മഴ കൊണ്ടാണ് പശുക്കൾക്ക് ജീവിതം. മഴ ഉണ്ടെങ്കല്ലേ പിന്നെ പുല്ലുണ്ടാവൂലൂ. സത്യത്തെ കൊണ്ടു ധർമ്മം, അഭ്യാസം കൊണ്ട് വിദ്യ, വൃത്തത്തെ കൊണ്ടു കുലം, മജ്ജനം കൊണ്ടു രൂപം രക്ഷിച്ചു കൊള്ളുക വേണം, മാനത്തെ കൊണ്ടു ധാന്യം രക്ഷിക്കാം, അനുക്രമം കൊണ്ടു വാചികളെയും മന്തികേ വിലോകനം കൊണ്ടു ഗോകുലം രക്ഷം, സന്തതം കുചേലകൾ കൊണ്ടു നാരികളെയും വൃത്തിഹീനനു കുലമപ്രമാണം പോൽ നല്ല വൃത്തവാനെങ്കിൽ അന്ത്യജാതനും നന്നുതാനും, പരന്മാരുടെ വിത്തരൂപ വിദ്യാഭിജാത്യ ഗുരു സൗഭാഗ്യ സുഖ സൽക്കാരാദികൾ കണ്ടാൽ ചിത്തത്തിൽ അസൂയ വർദ്ധിച്ചിടും, പുരുഷനു നിത്യവും ആദിയൊഴിഞ്ഞില്ലെന്നു ധരിക്കണം. ഉത്തമാശനം മാംസോത്തരമെന്നറിയണം, മധ്യമാശനമല്ലോ ഘോരസോത്തരം, നൂനം മധമാശനം ലവണോത്തരമേവം, മൂന്നു വിധമായുള്ളൂ ഭുവി ഭോജനം നരപദേ. അത്യന്തമധമന്മാർക്കശനാൽ ഭയം, പിന്നെ മധ്യമന്മാർക്കു മരണത്തിങ്കൽ നിന്നു ഭയം, ഉത്തമന്മാർക്കു ഭയം അവമാനത്തിങ്കലും. ഇത്തരം ഇനിയും ഞാൻ ചൊല്ലുവൻ വേണമെങ്കിൽ, കാര്യങ്ങൾ ചെയ്യാകിലും ചെയ്കിലും അകാര്യങ്ങൾ ആര്യന്മാർ ഭയപ്പെടും എപ്പോഴും. രണ്ടിങ്കലും മാനസേ മതകരമായുള്ള പേയങ്ങളെ പാനവും ചെയ്തിടുമാറില്ലല്ലോ മഹത്തുക്കൾ.
അർത്ഥാഭിജാത്യ വിദ്യാദികളാലുള്ള മതമെത്രയും വിരയപ്പം സജ്ജന സംഘത്തിനാൽ സത്തുക്കൾ അസത്തുക്കളോടു ചെന്നേതാനുമെന്നർത്ഥിച്ചാൽ അസജ്ജനം സൽഭാവം നടിച്ചിടും. വസ്ത്രവാനായുള്ളവനാൽ ജിതയല്ലോ സഭാസത്വരഗതി മതാ നിർജിതമധ്വാതാനും ഗോമതാജിത മശനാഗ്രഹം ശീലവതാ ശ്രീമതാ സർവം ജിത ഉർവീശിഖാമണി. ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന് ഇന്നത് അതന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും രക്ഷിക്കുന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുമെന്ന് ചേട്ടന്. വസ്ത്രവാനായുള്ളവനാൽ ജിതയല്ലോ സഭാസത്വരഗതി മതാ നിർജിതമധ്വാതാനും ഗോമതാശിത മശനാഗ്രഹം ശീലവതാ ശ്രീമതാ സർവം ജിതമുർവീശിഖാമണി. ശീലമെത്രയും പ്രധാനം പുരുഷനു നൂനം ശീലമല്ലെങ്കിൽ മിത്രാർത്ഥങ്ങൾ കൊണ്ടെന്തോ ഫലം. ഐശ്വര്യമത്തൻ പാപിഷ്ടൻ മധുമത്തനിലും ഐശ്വര്യമത്തൻ ഊർധഗതിയുമില്ലയല്ലോ. ധർമാർത്ഥങ്ങളെ ത്യജിച്ചിന്ദ്രിയവശകനായി ദുർമതത്തോട് വർത്തിച്ചിടുന്ന പുരുഷനോ വിത്തവും ധാന്യങ്ങളും ജീവനും നശിച്ചുപോം ഉത്തമനാകുന്നവർ. ഇന്ദ്രിയജയം വേണം അർത്ഥേശൻ ഇന്ദ്രിയേശനല്ലെങ്കിൽ അവനുള്ളൊരർത്ഥവും നശിച്ചുപോം ക്ഷിപ്രമെന്നറിഞ്ഞാലും. സത്യരാർജവും ശൗചം സന്തോഷമനസൂയ ചിത്തശാന്തിനായാസ പ്രിയവാക്യാദീ ഗുണം ഉണ്ടാകയില്ലയല്ലോ നിർണയം ദുരാത്മന. ഉണ്ടാകിലതു പരപീഡയ്ക്കായി വരും താനും ആത്മനി ധർമ്മനിത്യത്വം വജോഗുപ്തിദാന. ആത്മജ്ഞാനവും അസംരംഭവും തിദിക്ഷയും തുഷ്ടിയും അഹിംസയും അനുകമ്പാദികളും ദുഷ്ടർക്കു കുറഞ്ഞൊന്നും ഉണ്ടാകയില്ലയല്ലോ. ഭൂപതേ ഹിംസാബലം കേവലം അസാധൂനാം ഭൂഭൃതാംബലം ദണ്ഡവിധിയെന്നറിഞ്ഞാലും സ്ത്രീണാം ശുശ്രൂഷാബലം ഗുണിനാം ക്ഷമബലം പ്രാണിനാം ഫലം ജലം പാർത്ഥിവ കുലപതേ അടവിയമഴുകൊണ്ടു വെട്ടിയാലകച്ചീടും കഠിനവാച വെട്ടിമുറിച്ചാലകച്ചീടാ. നാരാജശല്യം ദേഹത്തിങ്കൽ നിന്നെടുത്തിടാം ക്രൂരവാക്ശല്യമെടുക്കും ചികിത്സകനില്ല. വിശ്വപാലന രാജലക്ഷണ സമ്പന്നനായി വിശ്വാസയോഗ്യനായ ഭൂപതി യുധിഷ്ഠിരൻ ധീരാത്മാ ദുഃഖങ്ങളെ സഹിച്ചിടുന്നു തവ ഗൗരവം നിമിത്തമായി എന്നതോർത്തരുളേണം. സർവവേദജ്ഞനേക്കാൾ കൃഷ്ടനാകുന്നതു സർവഭൂതങ്ങളിലും ആർജവമുള്ള പുമാൻ. ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞു ഇപ്പം എനിക്ക് അതുപോലെ പറഞ്ഞു തരാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പാരായണം കേൾക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അതിലുള്ള അർത്ഥം തന്നെ വരും, മനസ്സിലേക്ക് വരും. സത്യമാണ് വേണ്ടത്, ശൗചം സന്തോഷം ഇതെല്ലാമാണ് വേണ്ടത് എന്ന് പറയുന്നു. സത്യവാക്ക് പറയണം, പ്രിയവാക്ക് പറയണം, ഇതെല്ലാം തന്നെ പറയുന്നു. സ്ത്രീകൾക്ക് ശുശ്രൂഷയാന്ന് ബലം, ഗുണികൾക്ക് ക്ഷമയാന്ന് ബലം, പ്രാണികൾക്ക് ജലമാണ് വേണ്ടത്, ജലമില്ലാണ്ട് ചത്തോവില്ലേ. പിന്നെ പറയുന്നെന്ന് അടവി കാട്ടിൽ ചെന്നൊരു മരം മുറിച്ചാൽ തെഴുത്ത് വരും, കഠിനവാച വെട്ടി മുറിച്ചാൽ അകച്ചിടാ. നാരാജശല്യം ദേഹത്തിങ്കിൽ, അതായത് ഒരു മുള്ളു തറച്ചാൽ അതെടുക്കാൻ പറ്റും. ക്രൂരവാക്ശല്യാന്നും എടുക്കാൻ ആർക്കും ആവൂല. അങ്ങനെയെല്ലാം പറയുന്നത്. ആകയാൽ പുത്രന്മാരിൽ ആർജവം പ്രതിപാദിച്ചേകാന്ത സൗഖ്യം വാണാൽ സ്വർഗപ്രാപ്തിയും വരും. എത്ര നാളേക്കു കീർത്തി നിൽക്കുന്നീതവനിനി അവനിൽ അത്ര നാളേക്കു സ്വർഗവാസമുണ്ടവനോർത്താൽ. ദൈത്യന്മാർ വിരോചനൻ കേശിനി നിമിത്തമായ ആസ്തയ സുധന്യാവീനോടുള്ള സംവാദം നീ കേട്ടിട്ടില്ലയോ നൃപശ്രേഷ്ഠനാം ധൃതരാഷ്ട്ര കേട്ടാൽ എത്രയും മനോമോഹനമിതിഹാസം. ക്ഷത്താവ് ധൃതരാഷ്ട്രൻ തന്നെ കേൾപ്പിച്ചിടാൻ ഉത്തമമായ പുരാവൃത്തമെപ്പേരും അപ്പോൾ രൂപത്തിൽ ഗുണം അപഹരിച്ചിടുന്നു ജരാ. കോപമർത്ഥത്തെ എല്ലാം പ്രത്യപഹരിക്കുന്നു, ശീലത്തെ അപഹരിച്ചിടുന്നു. ഖലസേവാകാലൻ പ്രാണനെ അപഹരിച്ചിടുന്നുവല്ലോ. ആശതാൻ അപഹരിച്ചിടുന്നു, ധൈര്യത്തെയുമാശു കന്ദർപ്പൻ അപഹരിച്ചിടുന്നു. നാണം ധർമ്മചര്യയെ അപഹരിക്കും അസൂയയും നിർമ്മലതേ സർവം ഹരിക്കൂമതിമാനം. ക്രോധിക്കർത്ഥവുമില്ല, ഷഠനോ മിത്രമില്ല, ക്രൂരനു നാരിയില്ല, സുഖിക്കൂ വിദ്യയില്ല,
കാമിക്കു നാണമില്ല കോശമില്ല അലസനു സർവവുമില്ല നൂനം അനവസ്ഥിതനോർത്താൽ കൃതജ്ഞത്വവും പരാക്രമവും വിനയവും മിതഭാഷണം ദാനമന്വയ വിശുദ്ധിയും ശ്രുതത്വം സൽപ്രജ്ഞയുമുള്ളവൻ ശോഭിക്കുന്നു. ചൊന്ന ഗുണമെട്ടുമില്ലാത്ത പുരുഷനെ സജ്ജനമേതും ബഹുമാനിക്കയില്ലയല്ലോ. സ്വർലോകത്തിനു നിദർശനങ്ങളായിട്ടുണ്ട് ചൊല്ലുന്നിതെട്ടു ഗുണമറിക ധാത്രീപദേ. പിന്നെ പറയുന്ന കോപം എന്ന് പറഞ്ഞാൽ അർത്ഥത്തെല്ലാം അപഹരിക്കും. പിന്നെ എന്ത് പറയുന്ന രൂപത്തിൻ്റെ ആ സൗന്ദര്യം. ജര നല്ല സുന്ദരിയായിരുന്നു ചെറുപ്പകാലത്ത്. ജരായ നര വന്നു കഴിഞ്ഞാൽ ആ പണ്ടുണ്ടായ സൗന്ദര്യത്തിൻ്റെ ഒരു അംശം, പണ്ട് നല്ല സുന്ദരിയായിരുന്നു എന്ന് കാണുന്നവർക്ക് തോന്നുന്നല്ലാതെ ആ ഒരു സൗന്ദര്യം എന്തായാലും കിട്ടൂലല്ലോ. അതുകൊണ്ട് ജര അപഹരിക്കുന്നു. എന്തിന്? സൗന്ദര്യത്തിന്. പിന്നെന്ന് അപഹരിക്കുന്നു കോപം, അർത്ഥത്തെല്ലാം അപഹരിക്കുന്നു. പിന്നെ നല്ല സ്വഭാവത്തിന് അപഹരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ വേണ്ടാത്തവരുടെ കൂട്ടുകെട്ട്. കാലൻ എന്തെന്ന് അപഹരിക്കുന്ന പറഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രാണന. ആശ അപഹരിക്കുന്നതെന്ന് പറഞ്ഞാൽ ധൈര്യത്തെ. അതായത് പിന്നെ കന്ദർപ്പൻ അപഹരിക്കുന്ന നാണം. ധർമ്മത്തിന് അപഹരിക്കുന്ന അസൂയ. പിന്നെ സർവം ഹരിക്കും അതിമാനം. എല്ലാം പോവും. ഞാൻ എന്ന ഭാവം. പിന്നെ ക്രോധി, ഭയങ്കര ദേഷ്യമില്ല, അർത്ഥമില്ല, ഷഠനിമിത്രമില്ല, എപ്പോഴും ദേഷ്യപ്പെടുന്ന കേട ഉണ്ടാവില്ല, സുഹൃത്തുക്കൾ ഉണ്ടാവില്ല. പിന്നെ ക്രൂരന് നാരിയില്ല. വല്ലാത്തൊരു സ്വഭാവമില്ല ആളവിടെ ഒരു സ്ത്രീക്ക് നിൽക്കാൻ കഴിയുമോ? മതി ഇപ്പം പറഞ്ഞോളൂ, അവളെ പാടിന് പോവും. അതാണ്. കാമിക്ക് നാണമില്ലേ. കാമഭ്രാന്ത പിടിച്ചാൽ പിന്നെ അരയിൽ വസ്ത്രം വേണമെന്നൊന്നും തോന്നില്ല. എപ്പോഴും മുർത്തഴിച്ചിട്ട് നടക്കാനും താല്പര്യം അവർക്ക്. കാമിക്ക് നാണമില്ല, കോശമില്ല അലസന്, എന്നാ സർവവുമില്ലെന്ന് പറഞ്ഞാൽ അനവസ്ഥിതനോർത്താൽ കൃതജ്ഞത്വവും പരാക്രമവും വിനയവും മിതഭാഷണം ദാനം അന്വയ വിശുദ്ധിയും. അങ്ങനെ പിന്നെ കുറച്ച് നല്ല ഗുണങ്ങൾ. ഈ ഗുണങ്ങളൊന്നും ഇല്ലാത്ത പുരുഷനെ സജ്ജനം ബഹുമാനിക്കൂല. സ്വർലോകത്തിന് നിദർശനങ്ങളായിട്ടുണ്ട് ചൊല്ലുന്നിതെട്ട് ഗുണമറികഥാത്രീപതേ. അന്വവേദങ്ങൾ 4 അന്വവായങ്ങൾ 4 മന്നവ ചൊല്ലിയിടുവൻ കേട്ടാലും യഥാസൗഖ്യം യജ്ഞദാനാധ്യയന തപസ നിഷ്ഠനാലും വിജ്ഞാനീ ജനം അന്വവേദങ്ങളൊന്നു ചൊല്ലും. സത്യമാർജവും ദമാമാശംസ്യവും ഇവ 4 ബുധമതമന്വഭായങ്ങളെന്നും. വൃദ്ധന്മാരില്ലാത്തൊരു സഭയും സഭയല്ല, വൃദ്ധന്മാരല്ല ധർമ്മത്തെ ചൊല്ലിയിടാത്തവരും. സത്യമില്ലാത്ത ധർമ്മം ധർമ്മവുമല്ലയല്ലോ, സത്യവും സത്യമല്ല മായാനുവിദ്ധമായാൽ. സത്യവും രൂപം ശ്രുതം വിദ്യയും കുലം ശീലം ശക്തിയും ധനം ശൗര്യം വിചിത്ര ഭാഷയമിവ 10 സംസർഗയോനികളെന്നറിയണം പൃഥ്വീശതിലകമേ. കേട്ടാലും ഇനിയും നീ വാസരത്തിങ്കൽ പ്രവർത്തിക്കില്ലേ രാത്രോ പിന്നെ വാസം ചെയ്തിടാവിധു സുഖമായെന്നു നൂനം. 8 മാസവും പ്രവർത്തിക്കില്ലേ പുനരവിവൃഷ്ടി മാസങ്ങൾ 4 സുഖമായി വസിക്കാവൂ. യൗവനത്തിങ്കൽ പ്രവർത്തിച്ച് അർത്ഥമാർജിക്കില്ലേ ചൊവ്വോടെ വാർദ്ധക്യത്തിൽ സുഖമായി വസിക്കാവൂ. ജീവപര്യന്തം പ്രവർത്തിക്കില്ലേ മരിച്ചാലും ദേവലോകാദികളിൽ സ്വൈര്യമായി വസിക്കാവൂ. അതായത് സത്യം വേണം, ആർജവം വേണം, ദമം, ആനുശംസ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ആണ് പിന്നെ രാജാക്കന്മാർക്ക് വേണ്ടത് എന്നറിയുന്നത്. പിന്നെന്ത് പറയുന്നത്? ഒരു സദസ്സ് സഭയാവണമെങ്കിൽ അവിടെ വൃദ്ധന്മാർ വേണം. വൃദ്ധന്മാർക്ക് അവരുടേതായ കുറേ വിവരങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ധർമ്മം പറഞ്ഞു കൊടുക്കണം വൃദ്ധന്മാരായാൽ. ധർമ്മത്തെ പറഞ്ഞിടാത്തവർ വൃദ്ധന്മാരല്ല എന്ന് പറയുന്നു. സത്യമില്ലാത്ത ധർമ്മം ധർമ്മമല്ല. മായ കൊണ്ട് സത്യത്തിനെ മറിച്ചാൽ സത്യം പിന്നെ സത്യമല്ല ഉണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നു. സംസർഗയോനികൾ എന്ന് പറഞ്ഞാൽ 10 ഉണ്ട് പറയുന്നു. വാസരത്തിങ്കൽ പ്രവർത്തിക്കില്ലേ രാത്പകൽ മുഴുവനും പണിയെടുത്താലേ രാത്രി നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. 8 മാസവും പ്രവർത്തിക്കില്ലേ പുനരഭിവൃഷ്ടി മാസങ്ങൾ 4 സുഖമായി വസിക്കാം. ആകെ നമുക്ക് 12 മാസമല്ല ഒരു വർഷത്തിലുള്ളത്. അതിൽ ആവുന്ന 8 മാസം, 4 മാസമാണ് വർഷകാലം എന്ന് പറയുന്നത്. ഈ 8 മാസവും പണിയെടുത്ത് സമ്പാദിച്ച് ഒരു സുരുക്കൂട്ടി വെച്ചാലേ വർഷകാലത്ത് നമുക്ക് അത് ഭക്ഷണം കഴിച്ചിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അതുപോലെ യൗവനത്തിൽ നല്ലോണം അധ്വാനിച്ചിട്ട് സമ്പത്തുണ്ടാക്കിയാലേ വയസ്സുകാലത്ത് ഇരുന്ന് തിന്നാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു.
ജീവപര്യന്താവുന്നത്ര പണിയെടുത്താലേ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ദേവലോകത്ത് നമുക്ക് സ്വൈര്യം കിട്ടുമല്ലോ എന്ന് പറയുന്നു. അങ്ങനെയെല്ലാം ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. വ്യാഹൃതം പിന്നെ പ്രിയം വധിക്ക മൂന്നാമതും വ്യാഹൃതം ധർമ്മം വധിക്കുന്നത് നാലാമതും ഉത്തമന്മാരെ വേണം സേവിച്ചു കൊള്ളുവാനും മധ്യമന്മാരെ കാര്യകാലെ സേവിക്കേ വേണ്ടു സേവിച്ചിടരുതൽ അധമന്മാരെ ഒരിക്കലും ഭാവിച്ചിടരുതവരോടാഭിമുഖ്യം പോലും മാനസതാപം കൊണ്ട് ബലവും ശരീരവും ജ്ഞാനവും ക്ഷയിച്ചുപോം വ്യാധിയും വർദ്ധിച്ചിടും പെരുകെ വിശ്വസ്തന്റെ പത്നിയെ പ്രാപിച്ചവൻ ഗുരുതൽപകൻ വൃഷലീപതിയാകും ദുജൻ ശരണാഗത ഹന്ത മദ്യപനിവരെല്ലാം കരുതിയിടണം ബ്രഹ്മഹന്താവിനൊക്കുമല്ലോ. എപ്പോഴും പ്രിയം പറഞ്ഞിടുവാൻ പലരുമുണ്ട് അപ്രിയമെന്നാകിലും പഥ്യത്തെ ചൊല്ലിയിടുവാൻ സൽപുരുഷന്മാരില്ല കേൾപ്പാനും ആരുമില്ല. ദുർബോധമുള്ള ജനമെന്നിയിൽ ഒരിടത്തും ഭർത്താവിൻ പ്രിയാപ്രിയമന്വേഷിയാതെ ധർമ്മതത്വം അറിഞ്ഞുകൊണ്ട് അപ്രിയമെന്നാകിലും പഥ്യത്തെ ചൊല്ലൂ മമാത്യൻ വേണം രാജാവായാൽ എത്രയും വന്നുകൂടും അഭ്യുദയവുമെന്നാൽ. അതായത് നമ്മൾ സേവിക്കുന്നുണ്ടെങ്കിൽ ഉത്തമന്മാരെ തന്നെ സേവിക്കണം. മധ്യമന്മാരെ നമുക്ക് എന്തെങ്കിലും കാര്യ ലാഭം ഉണ്ടെങ്കിൽ ആ കാര്യത്തിന് മാത്രം സേവിച്ചാൽ മതി. ഇനി എന്തെന്ന് തരാന്ന് പറഞ്ഞാലും അധമന്മാരെ സേവിക്കാനേ പാടില്ല. അവരോടൊരു ആഭിമുഖ്യം പോലും വേണ്ട. അവരവരെ പാടിന് പോയിക്കോട്ടെ. അങ്ങനെയില്ല, അവരുടെ കൂടെ കൂടിയാൽ നല്ലോണം മാനസതാപം വരും. നമ്മളെ മനസ്സ് കലുഷിതമാകും, നമ്മൾ ബലം പോവും, ജ്ഞാനവും പോവും, വ്യാധിയും വരും, എല്ലാം വരും. പിന്നെ നല്ലൊരു സുഹൃത്തിൻ്റെ പത്നീനെ പ്രാപിച്ചവൻ ഗുരുതൽപകൻ വൃഷലീപതിയാകും ദ്വിജൻ ശരണാഗതം ഹന്ത അത് ശരണം പ്രാപിച്ചവരെ കൊല്ലുന്ന ആള് മദ്യപൻ. ഇവരെല്ലാം പിന്നെ ബ്രഹ്മഹന്താവിനൊക്കുമല്ലോ, അതായത് ബ്രാഹ്മണന്മാരെ കൊല്ലുന്നതിനൊക്കും ഇങ്ങനെ ഇല്ലവരെന്ന്. പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഭാര്യനെ പ്രാപിക്കുന്നവൻ, പിന്നെ ശരണാഗതനെ കൊല്ലുന്നവൻ, കള്ളുടിക്കുന്നവനെല്ലാം. എപ്പോഴും പ്രിയം പറഞ്ഞ് നല്ലത് പറയുന്ന ആൾക്കാർ എപ്പോഴും വയ്യ നടന്നിട്ട് പ്രിയം പറയാൻ ആളുണ്ടാവും. അപ്രിയാണെങ്കിലും കൂടി നല്ലത് പറഞ്ഞു തരുന്ന ആള് ആണ്. പിന്നെ അതാരും കേൾക്കുകയും വേണ്ട. ഭർത്താവിൻ പ്രിയാപ്രിയമന്വേഷിയാതെ ധർമ്മതത്വം അറിഞ്ഞുകൊണ്ട് അപ്രിയമെന്നാകിലും പഥ്യത്തെ ചൊല്ലൂ ഭമാത്യൻ വേണം രാജാവായാൽ എത്രയും വന്നുകൂടും അഭ്യുദയവുമെന്നാൽ സർവവും ഉപേക്ഷിച്ചും ആത്മാവെ രക്ഷിക്കണം. ഉർവിയെ ഉപേക്ഷിച്ചും മിത്രത്തെ രക്ഷിക്കണം, ഗ്രാമത്തെ ഉപേക്ഷിച്ചും രാജ്യത്തെ രക്ഷിക്കണം. ഗ്രാമത്തെ ഒരു ഗൃഹം കളഞ്ഞു രക്ഷിക്കണം, ഒരുവൻ തന്നെ കളഞ്ഞൊരിടം രക്ഷിക്കണം. കരുതിയിടുക മനസാരതിലിവയെല്ലാം പുത്രനെ ഉപേക്ഷിച്ചും വംശത്തെ രക്ഷിക്കണം. ഉത്തമന്മാരായുള്ളോരിങ്ങനെ ചെയ്തു ന്യായം അർത്ഥത്തെ രക്ഷിക്കണം. ആപത്ത് വരുമ്പോഴേ കർത്തത്തെക്കാളും ധർമ്മധാരങ്ങൾ രക്ഷിക്കണം. ധാരാർത്ഥങ്ങളെക്കാളും ആത്മാവെ രക്ഷിക്കണം. ധീരന്മാരായുള്ളവരിങ്ങനെ ചെയ്തു ന്യായം ഭർത്താവിന് അപമതമറിഞ്ഞു കാര്യങ്ങളെ നിത്യവും അവ ക്രബുദ്ധ്യ സ്വയം ചെയ്തു കൂട്ടി പഥ്യങ്ങൾ വചിച്ചനുരക്തനായി ശക്തിജ്ഞനം ഭർത്യൻ തന്നോട് തന്നെ തുല്യനായ അനുകമ്പ്യൻ ഭർത്താവിൻ നിയോഗത്തെ ആദരിയാതെ അവൻ പ്രത്യുക്തി പറഞ്ഞേറ്റം ആത്മാഭിമാനത്തോടും ചിത്തത്തിൽ പ്രതികൂലമായി പറഞ്ഞിടുന്നൊരു ഭൃത്യനെ ത്യജിക്കണം ബുദ്ധിമാനായ നൃപൻ. അതായത് സർവ്വം ഉപേക്ഷിച്ചിട്ട് നമ്മളെ ആത്മാവിനെ രക്ഷിക്കണം. ഭൂമി ഉപേക്ഷിച്ചിട്ട് നമ്മളെ സുഹൃത്തിനെ രക്ഷിക്കണം. ഗ്രാമത്തെ ഉപേക്ഷിച്ച് രാജ്യത്തെ രക്ഷിക്കണം. ഒരു വീട് വേണ്ടാന്ന് വെച്ചാൽ ഒരു ഗ്രാമം രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് നല്ലത്. ഒരാളെ കളഞ്ഞിട്ട് ഒരു സ്ഥലം രക്ഷിക്കാൻ പറ്റുമെങ്കിൽ, അതായത് ഒരു ചെറിയൊരു സ്ഥലം എന്ന് പറയാം. അപ്പോൾ ഒരാളെ വേണ്ടാന്ന് വെച്ചാൽ അത്രയും ആൾക്കാരില്ല സ്ഥലം രക്ഷിക്കാൻ കഴിഞ്ഞു അത് നല്ലത്. പുത്രൻ ഒരു മോൻ, എൻ്റെ മോൻ എന്നും വേണ്ടപ്പാന്ന് പറഞ്ഞിട്ട് ആ മോനെ ഉപേക്ഷിക്കേണ്ടതെന്ന് ഉപേക്ഷിച്ച് നമ്മളെ വംശം നിലനിർത്തണം. പിന്നെ അർത്ഥത്തെ നമ്മളെ സമ്പത്തും രക്ഷിക്കണം. ഇത് ആപത്ത് വരുന്നുണ്ട്, നമ്മൾ സമ്പത്തിനെ രക്ഷിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. ആ സമ്പത്തിനേക്കാളും നമ്മുടെ പത്നീനെ രക്ഷിക്കണം. പിന്നെ പത്നിയേക്കാളും ആത്മാവിനെ രക്ഷിക്കണം. അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്.
പിന്നെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഈ വിവാഹം കഴിച്ച ആളെയല്ല പറയുന്നത്, അതും അതെ. അതായത് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ആളാണ്. ഇപ്പം ഭൂമി പെൻ ഭൂമി പെൻ എന്ന് പറയുന്ന, അതായത് ഭൂമിയുടെ ഭർത്താവ് അന്ന് രാജാവ്. ആ രാജാവിന് കാര്യങ്ങൾ അറിഞ്ഞിട്ട് ചെയ്യാതെ സ്വന്തം ഇത് തോന്നുന്ന ഒരു ഭൃത്യനുണ്ടല്ലോ, അങ്ങനെയുള്ള ഭൃത്യനെ ഉപേക്ഷിക്കാൻ തന്നെ വേണം എന്നാ പറയുന്നത്. സകല ഭൂതങ്ങൾക്കും ഹിതമായ ആത്മാവിനും സുഖമായിരിപ്പതേ ചെയ്യാവൂ. ഭൂപാലനം ബുദ്ധിയും പ്രഭാവവും തേജസ്സും ഉത്ഥാനവും സത്യവും ഏറ്റവും വ്യവസായവും ഉള്ളവനോ വൃത്തിക്കു ഭയമൊരു നാളും ഉണ്ടാകയില്ല. വൃത്തിക്കു ഭയമായാൽ നിഷ്ഫലം ഗുണമെല്ലാം. നാരിമാരെയും നൃപന്മാരെയും സർപ്പത്തെയും വൈരിപക്ഷികളെയും സ്വാധ്യായത്തെയും നിജ ഭോഗാനുഭവത്തെയും ജീവിതകാലത്തെയും ഭാഗധേയത്തെയും വിശ്വാസമുണ്ടാക വേണ്ട. സർപ്പാഗ്നി സിംഹങ്ങളും കുലപുത്രനുമുള്ളിൽ സ്വല്പവും അവജ്ഞേയന്മാരല്ലെന്നറിയണം. വിദ്യാഭിജന വയോബുദ്ധ്യർത്ഥശീലങ്ങളാൽ വൃദ്ധന്മാരവമന്തവ്യന്മാരൽ ഒരിക്കലും ഗുണവാന്മാരായുള്ള പാണ്ഡവന്മാരെ നിത്യമണയെത്തിരുത്തുകിൽ നിനക്ക് സൗഖ്യം വരും. ശിഷ്ടനാമവൻ തന്നെ ദ്വേഷമുണ്ടെന്നാകലും തുഷ്ടനെ പരിഗ്രഹിച്ചിടുകെന്നതേ വരൂ. ആർത്തനായിരിപ്പവൻ ഔഷധം കൈക്കുന്നതു അഷ്ടയാ സേവിച്ചിടുമാറല്ലോ കണ്ടുപോരൂ. ദുഷ്ടനാമവൻ തന്നെ സ്നേഹമുണ്ടെന്നാകിലും പെട്ടെന്ന് പരിത്യജിച്ചിടുകെന്നതേ വരൂ. ദുഷ്ടമായത് വിരൽ പാമ്പിനാലെന്നാകിലോ പെട്ടെന്ന് ആ വിരൽ തന്നെ ഛേദിക്കുന്നതും വരും. മാരീചൻ മണ്ഡോദരി മയനും സുമാലിയും വീരനാം കുംഭകർണൻ നീതിമാൻ വിഭീഷണൻ എന്നിവർ പറഞ്ഞതു കേളാഞ്ഞു ദശമുഖൻ തന്നെ കാമത്തിന്റെ മൂർച്ഛന നിമിത്തമായി ഇന്ദ്രജിത്തിന്റെ വാക്കു കേട്ടത് കൊണ്ടു തന്നെ വന്നിതു ദശാസ്യനു നാശമെന്നറിഞ്ഞാലും. നല്ലത് ആര് പറഞ്ഞിരുന്ന നല്ലത് മനസ്സിലായി കഴിഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കണം എന്ന് പറയുന്നു. അത് പറഞ്ഞു പറഞ്ഞു വരുന്നത് തന്നെ. ഗുണവാന്മാരായുള്ള പാണ്ഡവന്മാരെ അടുത്തിരുത്തിയാൽ അവരോ സ്നേഹത്തോടെ പെരുമാറി നിനക്ക് നല്ലതാണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ നല്ല ആളോട് ദേഷ്യമുണ്ടെങ്കിലും നല്ല സന്തോഷത്തോടെ അവരെ സ്വീകരിക്കണം. ഒരു രോഗം വന്നവർക്ക് ഔഷധം കഴിക്കൂലേ? അല്ല, രോഗം വന്നവർക്കല്ല, ഔഷധം കഴിക്കുന്ന ഔഷധാലും രോഗം മാറാൻ വേണ്ടിയിട്ട് അത് കുടിക്കൂലേ? അതുപോലെ ദുഷ്ടനായ ആളെ സ്നേഹമുണ്ടെങ്കിലും വേണ്ടാന്ന് തന്നെ വെക്കണം. ദുഷ്ടനാണെന്ന് വേണ്ടാന്ന് വെക്കണം. നമ്മുടെ ഒരു വിരലിൻ്റെ പൊടിക്കൊരു പാമ്പ് കടിച്ചു എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ആ വിരലങ്ങ് മുറിച്ച് കളഞ്ഞാൽ ചിലപ്പം രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ അതങ്ങനെ മുറിച്ച് കളയാം. അത് രാവണൻ്റെ കാര്യം അറിയില്ലേ? മാരീചനും മണ്ഡോദരി മയനും സുമാലിയും കുംഭകർണനും വിഭീഷണനും എല്ലാവരും പറഞ്ഞിട്ട് കേൾക്കാഞ്ഞിട്ട് ഇന്ദ്രജിത്ത് പറഞ്ഞത് കേട്ടിട്ടല്ലേ രാവണൻ നശിച്ചത്. അതുപോലെ നീയും നിന്റെ ഈ മൂത്തപുത്രനായ ദുര്യോധനൻ്റെ വാക്ക് കേട്ടാൽ നാശം തന്നെയാണ് കേട്ടാന്ന് പിന്നെ അന്യനായ വിതുരർ പറഞ്ഞു കൊടുക്കുന്നു. അതൊന്നും അദ്ദേഹത്തിന് യേശുവൊന്നുമില്ല. നമുക്കിനി ബാക്കി കാര്യം കുറച്ചുകൂടി ഉണ്ട് വിതുരർക്ക് പറഞ്ഞു കൊടുക്കാൻ. പിന്നെ ഭഗവാന്റെ ദൂതാണ്. ഭഗവാൻ ദൂതിന് പോയിട്ട് ഭഗവാനെ പിടിച്ചു കെട്ടാനും എന്തൊക്കെയുണ്ട്. അതൊക്കെ നല്ല 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 രസമുള്ള കഥകളാണ്. ഭഗവാനെ പിടിച്ചു കെട്ടാൻ വരും. അതൊക്കെ നമുക്ക് നാളെ പാരായണം ചെയ്യാനും അനുസ്മരിക്കാനും ഉള്ളത്. മറ്റന്നാൾ നമുക്ക് ആ ഭഗവാന്റെ വിശ്വരൂപ ദർശനം കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ അത് കാണാം എന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ഇതുവരെ പാരായണം ചെയ്തതും അനുസ്മരിച്ചതുമായ കാര്യങ്ങൾ ഭഗവാന്റെ തൃപ്പാദപത്മത്തിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നാരായണ നാരായണ.